നരകത്തിലും അധികാരമുള്ളവനെ, ശക്തിയുള്ളവനെ, കർത്താവാം യേശു ക്രിസ്തുവേ, കർത്താവാം യേശു ക്രിസ്തുവേ. സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരമുള്ളവനെ, ശക്തിയുള്ളവനെ, കർത്താവാം യേശു ക്രിസ്തുവേ, കർത്താവാം യേശു ക്രിസ്തുവേ. Oh Lord, I believe in your name. I put my trust in the name of Lord Jesus Christ of Nazareth, because He is my God, He is my Lord, He is my Savior, He is my Redeemer, He is my Deliverer, He is my Healer, He is my Fortress, He is my Rock, He is my Shelter, He is my Refuge. His name is Jesus, Jesus, Jesus. Hallelujah, glory, hallelujah, glory. കർത്താവിന്റെ വാഗ്ദാനമാണ്, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. നിന്റെ പുരാതന നഷ്ടശിഷ്യങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. അനേകം ജനതകളുടെ, അനേകം തലമുറകളുടെ അടിസ്ഥാനങ്ങൾ നീ പണിതുയർത്തും. പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവരെന്നും നീ വിളിക്കപ്പെടും. അനേകം ഭവനങ്ങൾ നീ കേടുപോക്കുന്നവനാകും. പൊളിഞ്ഞ മതിലുകൾ നീ പുനരുദ്ധരിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? പൊളിഞ്ഞ മതിലുകൾ, നമുക്കറിയാം മതിലുകൾ സംരക്ഷണ മതിലുകളാണ്. അനേകരുടെ ജീവിതത്തിൽ മതിലുകൾ പൊളിഞ്ഞു കിടക്കുകയാണ്. നീ ആ മതിലുകളെ കെട്ടിപ്പടുക്കുന്നവനായിട്ട് മാറും. എങ്ങനെയാണ് കെട്ടിപ്പടുക്കുന്ന മതിലുകളെ കെട്ടിപ്പടുക്കുന്നത്? അനേകരുടെ പൊളിഞ്ഞ മതിലുകൾ എന്ന് പറഞ്ഞു, മറ്റുള്ളവരുടെ പൊളിഞ്ഞ മതിലുകളെ നീ കെട്ടിപ്പടുക്കുന്നവനായിട്ട് മാറും. എന്താണ് ആ മതിലുകൾ? ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഈ മതിൽ, സംരക്ഷണ മതിലുണ്ടായിരിക്കും. ആര് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നുവോ അവന് സംരക്ഷണ മതിൽ വചനം തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോൾ നിനക്ക് ആദ്യം ബോധ്യമുണ്ടാകണം, നിന്റെ ജീവിതത്തിൽ നീ വചനപ്രകാരം ജീവിക്കുമ്പോൾ നിനക്ക് ചുറ്റിലും ഒരു കോട്ടയുണ്ട്, ഒരു മതിലുണ്ട്. അത് തകർക്കാൻ ആർക്കും പറ്റില്ല, ഒരു പിശാചിനെ കൊണ്ടും പറ്റില്ല. അത് നിനക്ക്, ആ അനുഭവം നിനക്കുള്ളപ്പോൾ നിന്റെ ഉത്തരവാദിത്തമാണ്. ഇങ്ങനെ പൊളിഞ്ഞ മതിലുള്ള അനേകം ആൾക്കാർ ലോകത്തിലുണ്ട്, നിന്റെ ചുറ്റുപാടുമുണ്ട്. വചനമില്ലാത്തവർ, വചനത്തിൽ ജീവിക്കാത്തവർ, പാപത്തിൽ ജീവിക്കുന്നവർ, അവർക്ക് വചനം പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിച്ച് അവരെ വിശുദ്ധീകരിച്ച് ഈ വചനമെന്ന മതിൽ അവർക്കുണ്ടാകാൻ, കോട്ടയായിട്ട് തീരാൻ നീ ഇവരെ സഹായിക്കണം. നിന്റെ ഉത്തരവാദിത്തം അതാണ്. അതാണ് സുവിശേഷ പ്രഘോഷണം. ഹല്ലേലൂയ. കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ പഠിപ്പിക്കുക, മറ്റുള്ള പഠിപ്പിക്കുക. അടുത്ത വചനം, നീ അനേകം ഭവനങ്ങളുടെ കേടുപോക്കുന്നവനെന്ന് വിളിക്കപ്പെടും. ഭവനങ്ങളുടെ കേടുപോക്കണം. തകർന്നുപോയ കുടുംബ ബന്ധങ്ങളെ, ശിഥിലമായ കുടുംബ ബന്ധങ്ങളെ അവിടുത്തെ കേടുപോക്കുന്നവനായിട്ട് നീ മാറണം. ഹല്ലേലൂയ. അവിടെ സമാധാനം സ്ഥാപിച്ച് കൊടുക്കണം, അവിടെ യേശുവിനെ കൊടുക്കണം, അവിടെ വചനം കൊടുക്കണം. ഇതെല്ലാം നിന്നോട് സംഭവിക്കുവാൻ കർത്താവ് ഇടവരുത്തും. ഹല്ലേലൂയ. കാരണം നീ സ്വീകരിച്ചിരിക്കുന്നത് ജ്ഞാനത്തെയാണ്, ജ്ഞാനത്തിൻ്റെ അഭിഷേകത്തെയാണ്. ഹല്ലേലൂയ. നിന്നെക്കൊണ്ട് സാധിക്കും. ദൈവം നിനക്കെല്ലാം ചെയ്തു തരുമ്പോൾ നീ ഇതുകൂടി ചെയ്തു കൊടുക്കണം ദൈവത്തിന്, ദൈവരാജ്യം വളർത്താൻ വേണ്ടിയിട്ട്. സാധിക്കുമോ ഇല്ലയോ? നിശബ്ദരായിരിക്കരുത് പ്രിയപ്പെട്ടവരെ. നമ്മുടെ സമയമായി ഇറങ്ങി പുറപ്പെടാനായിട്ട്. ഹല്ലേലൂയ. കയ്യിൽ കൊടുത്തിട്ട് തന്നെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആരംഭത്തിലേ പറഞ്ഞു, ജ്ഞാനം പണിതുയർത്തുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും, എല്ലാ മേഖലകളിലും ഇനിമേൽ നമുക്കൊരു പണിതുയർത്തൽ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ഇനി ഒരിക്കലും സ്വീഡീഷിൻ്റെ മക്കള് തകർന്നു കിടക്കുന്നവരായിട്ട് മാറരുത്. വിജയിച്ചവരായി യേശുവിൻ്റെ സാക്ഷികളായിട്ട്
അനേകർക്ക് ഈശോയെ കൊടുക്കുന്നതിനായിട്ട് നിങ്ങൾ മാറണം. ഹല്ലേലൂയ. ജ്ഞാനം ഒരുവനെ പണിതുയർത്തത് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബ് എന്ന ദൈവത്തിൻ്റെ ദാസൻ, ഒരമ്മയ്ക്ക് പറഞ്ഞ 2 സഹോദരങ്ങൾ, യാക്കോബ് എസാവും. യാക്കോബിന് സ്വന്തം ഭവനത്തിൽ നിന്ന് ഓടിപ്പോകേണ്ടി വരുന്നു. അമ്മയുടെ ആശീർവാദവും അനുഗ്രഹത്തോടെയും പിതാവായ ഇസഹാക്കിൽ നിന്നും അനുഗ്രഹം സ്വീകരിച്ച് ശേഷനായ ഏസാവിനെ ഒളിപ്പിച്ച് അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഏസാവിനെ കൊല്ലുവാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ അത് അമ്മ അറിഞ്ഞ് അമ്മ യാക്കോബിന് പറഞ്ഞു കൊടുക്കുകയാണ്, നിന്റെ സഹോദരൻ നിന്നെ കൊല്ലാൻ വേണ്ടി ആലോചിക്കുകയാണ്, ഓടിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ അതിവിദൂരതയിലുള്ള തൻ്റെ അമ്മയുടെ സഹോദരൻ ലാബാൻ്റെ നാട്ടിലേക്ക് യാക്കോബ് യാത്രയായി. അവനാ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അനേകം ദിവസങ്ങൾ മരുഭൂമി താണ്ടി വേണം അവിടെ എത്തുവാനായിട്ട്. കയ്യിലൊന്നുമില്ല. ഒരു അമ്മ കൊടുത്ത പൊതിച്ചോറ് കാണുമായിരിക്കും, അവരുടെ ആഹാരം, ഏതാനും വസ്ത്രം കാണുമായിരിക്കാം. അവൻ ഓടിപ്പോവുകയാണ്, പേടിച്ചോടിപ്പോവുകയാണ്. ചേട്ടൻ തന്നെ കൊല്ലാൻ വന്നാലോ? ഞാൻ വചനഭാഗം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലെ അധ്യായം 30 റാഹേൽ ജോസഫിനെ പ്രസവിച്ചു കഴിഞ്ഞ് യാക്കോബ് ലാബാനോട് പറഞ്ഞു, എന്നെ പറഞ്ഞയക്കുക, ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകട്ടെ, എൻ്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരിക, അവർക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങയെ സേവിച്ചത്. ഇനി ഞാൻ പോകട്ടെ, ഞാൻ ചെയ്ത സേവനം അങ്ങേക്ക് അറിയാമല്ലോ. ലാബാൻ മറുപടി പറഞ്ഞു, നിനക്ക് എന്നോട് താല്പര്യമുണ്ടെങ്കിൽ നീ പോകരുത്. നീ മൂലമാണ് കർത്താവ് എന്നെ അനുഗ്രഹിച്ചതെന്ന് എനിക്കറിയാം. നിനക്ക് എന്ത് പ്രതിഫലം വേണമെന്ന് പറയുക, അത് ഞാൻ തരാം. യാക്കോബ് അവനോട് പറഞ്ഞു, ഞാൻ എപ്രകാരം അങ്ങയ്ക്ക് വേണ്ടി ജോലി ചെയ്തെന്നും എൻ്റെ മേൽനോട്ടത്തിൽ അങ്ങയുടെ ആടുമാടുകൾ എത്ര പെരുകിയെന്നും അങ്ങയ്ക്കറിയാമല്ലോ. ഞാൻ വരുന്നതിന് മുൻപ് വളരെ കുറച്ച് ആടുകളെ അങ്ങയ്ക്കുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അവ വളരെ പെരുകിയിരിക്കുന്നു. ഞാൻ പോയിടത്തെല്ലാം കർത്താവ് അങ്ങയെ കടാക്ഷിച്ചിരിക്കുന്നു. ഇനി എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്നാണ് ഞാൻ എന്തെങ്കിലും സമ്പാദിക്കുക? ലാബാൻ ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് തരണം? യാക്കോബ് പറഞ്ഞു, അങ്ങ് എനിക്ക് ഒന്നും തരേണ്ട. ഞാൻ പറയുന്നത് വ്യവസ്ഥ ശീലിക്കുമെങ്കിൽ ഇനിയും അങ്ങയുടെ ആടുകളെ ഞാൻ മേയിച്ചു കൊള്ളാം. അങ്ങയുടെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് പൊട്ടോ പുള്ളിയോ ഉള്ള ആടുകളെയും കറുത്ത ചെമ്പരി ആടുകളെയും പൊട്ടോ പുള്ളിയോ ഉള്ള കോലാടുകളെയും ഞാൻ വേർതിരിക്കാം. അവ എൻ്റെ പ്രതിഫലമായിരിക്കട്ടെ. മേലിൽ അങ്ങ് എൻ്റെ പ്രതിഫലം പരിശോധിക്കുമ്പോൾ എൻ്റെ വിശ്വസത അങ്ങയ്ക്ക് ബോധ്യമാകും. എൻ്റെ കോലാടുകളിൽ പൊട്ടോ പുള്ളിയോ ഇല്ലാത്തതും ചെമ്മരി ആടുകളിൽ കറുപ്പില്ലാത്തതും കണ്ടാൽ അവ മോഷിക്കപ്പെട്ടതായി കണക്കാക്കാം. ലാബാൻ പറഞ്ഞു, ശരി, നീ പറഞ്ഞത് പോലെ തന്നെ ആകട്ടെ. യാക്കോബിന്റെ അമ്മാവൻ്റെ വീട്ടിലെത്തി. അമ്മാവൻ്റെ മൂത്ത മകള് ലേയായെ ആദ്യം വിവാഹം കഴിച്ചു. പക്ഷെ അവൻ ആഗ്രഹിച്ചത് അവളുടെ അനിയത്തി റാഹേലിനെ ആയിരുന്നു. എന്നാൽ അമ്മാവൻ കബളിപ്പിച്ച് മൂത്ത മകളെ അവന് ഭാര്യയായിട്ട് കൊടുത്തു. രണ്ടാമത്തെ മകളെയും കൊടുത്തു. അങ്ങനെ 2 പേര് യാക്കോബിന് ഭാര്യമാരായിട്ട് ലഭിച്ചു. അതിന് പകരമായി ലാബാൻ ആവശ്യപ്പെട്ടത് 14 വർഷത്തെ അടിമപ്പണിയാണ്, ആടുകളെ മേയ്ക്കുന്ന പണി. അങ്ങനെ യാക്കോബിന് 2 പേരിലെ മക്കളായി, വലിയ കുടുംബമായി. പക്ഷെ അവൻ മിച്ചമൊന്നുമില്ല, കൂലിക്കാരെ പോലെ ജീവിക്കുകയാണ്. അമ്മാവൻ്റെ കീഴിലാണ് എല്ലാം കിട്ടുന്നത്. ഒടുവിൽ അവൻ ആവശ്യപ്പെടുകയാണ്, എന്നെ ഇങ്ങനെ വെറുതെ പറഞ്ഞയക്കരുത്, എനിക്ക് എന്തെങ്കിലും വേണം. പക്ഷെ അമ്മാവനൊന്നും കൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ഇത് അറിഞ്ഞുകൊണ്ടാണ് ലാബാനോട് യാക്കോബ് പറയുന്നത്, ഒരു വ്യവസ്ഥ ചെയ്യണം, ഇപ്രകാരം ഞാൻ അങ്ങയുടെ ആടുകളെ മേയിക്കാം. എൻ്റെ വ്യവസ്ഥ ഇതാണ്, ഈ ആട്ടിൻകൂട്ടത്തിൽ നിന്നും നല്ല ആടുകളെയും ചെമ്മരിയാളും അങ്ങ് വേർതിരിച്ചു കൊള്ളുക. ഇതിൽ കറുത്ത പൊട്ടോ പുള്ളിയോ വരയോ ഉള്ള ആടുകളൊക്കെയും എൻ്റെ ആടുകളായിരിക്കും. ഇവയൊന്നുമില്ലാത്ത ആടുകൾ അങ്ങേക്കെടുക്കാം. ലാബാൻ നോക്കുമ്പോൾ 100 കണക്ക് ആടുകളുണ്ട്. ഈ ആട്ടിൻകൂട്ടത്തിൽ പൊട്ടും പുള്ളിയും വരയുമുള്ള ആടുകൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ലാബാൻ ചിന്തിച്ച് കാണും, ഇവൻ എന്തൊരു ഭോഷനാണ്, ഈ 14 വർഷം തനിക്ക് വേണ്ടി അടിമപ്പണി നടത്തിയിട്ട് ഇവൻ ഇത്രയും മതി എന്നാണ് ഇവൻ പറയുന്നത്. സന്തോഷമായി ലാബാൻ സമ്മതിച്ചു, എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പൊട്ടും പുള്ളിയുമുള്ള ആടുകൾ
ആരുടെ ആടായി? യാക്കോബിൻ്റെ ആടുകളായിട്ട് മാറി. യാക്കോബിൻ്റെ ആടുകൾ മേയിക്കേണ്ടത്, നോക്കേണ്ടത് ലാബാൻ്റെ മക്കളാണ്. അപ്പോൾ ഈ യാക്കോബിൻ്റെ വീതമായി പൊട്ടും പുള്ളിയും വരെയുള്ള ആടുകളെല്ലാം ലാബാൻ്റെ മക്കളെ ഏൽപ്പിച്ചു. അവർ വേണം അതിനെ നോക്കാനായിട്ട്. ലാബാൻ്റെ വിഹിതമായ കൊഴുത്ത ചെമ്മര ആടുകൾ, പൊട്ടും പുള്ളിയും വരെയുമില്ലാത്ത ആടുകൾ, അത് യാക്കോബ് നോക്കണം. മനസ്സിലായോ? അങ്ങനെയാണ് വ്യവസ്ഥ. അപ്പോൾ യാക്കോബ് ഈ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാക്കോബ് ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. നമുക്കത് എന്താണെന്ന് കേൾക്കാം. അന്ന് തന്നെ ലാബാൻ പൊട്ടോ പുള്ളിയോ ഉള്ള എല്ലാ മുട്ടാടുകളെയും പെണ്ണാടുകളെയും വെളുത്ത് മറുകുള്ള എല്ലാ ആടുകളെയും കറുത്ത ചെമ്മരിയാടുകളെയും വേർതിരിച്ച് അവയെ തൻ്റെ പുത്രന്മാരെ ഏൽപ്പിച്ചു. ബാക്കിയുള്ള ആടുകളെ യാക്കോബിനെ ഏൽപ്പിച്ചു. തനിക്കും യാക്കോബിന് മധ്യയെ 3 ദിവസത്തെ യാത്രാ ദൂരം ഏർപ്പെടുത്തുകയും ചെയ്തു. യാക്കോബ് ഇലവിൻ്റെയും ബദാമിൻ്റെയും അഴിഞ്ഞലിൻ്റെയും പച്ചക്കമ്പുകൾ വെട്ടിയെടുത്ത് അവയിൽ അങ്ങിങ്ങ് വെളുപ്പ് കാണത്തക്ക വിധം തൊലി ഉരിഞ്ഞു കളഞ്ഞു. താൻ തൊലി ഉരിഞ്ഞ് മാറ്റിയ കമ്പുകൾ ആടുകൾ വെള്ളം കുടിക്കുന്ന പാത്തികളിൽ അവയുടെ മുൻപിൽ അവൻ കുത്തി നിർത്തി. വെള്ളം കുടിക്കാൻ വരുമ്പോഴാണ് അവ ഇണചേരാറുള്ളത്. ആടുകൾ ഈ കമ്പുകൾക്ക് മുമ്പിൽ ഇണചേർന്നു. അവയ്ക്ക് പൊട്ടും വരയുമുള്ള കുട്ടികളുണ്ടായി. യാക്കോബ് ചെമ്മരിയാടുകളെ വേർതിരിച്ച് ലാബാൻ്റെ കൂട്ടത്തിലെ വരയുള്ളതും കറുത്തതുമായ ആടുകളുടെ നേരെ നിർത്തി. തൻ്റെ കൂട്ടത്തെ ലാബാൻ്റേതിനോട് ചേർക്കാതെ മാറ്റി നിർത്തുകയും ചെയ്തു. കൊഴുത്ത ആടുകൾ ഇണചേരുമ്പോൾ അവൻ ഈ കമ്പുകൾ അവയുടെ കണ്ണിനു മുൻപിൽ പാത്തികളിൽ വയ്ക്കും. തന്മൂലം കമ്പുകൾക്കിടയിൽ അവ ഇണചേരുന്നു. എന്നാൽ മെലിഞ്ഞവ ഇണചേർന്നപ്പോൾ അവൻ കമ്പുകൾ നാട്ടിയില്ല. അങ്ങനെ മെലിഞ്ഞവ ലാബാൻ്റെയും കരുത്തുള്ളവ യാക്കോബിൻ്റെതുമായി. ഇപ്രകാരം യാക്കോബ് വലിയ സമ്പന്നനായി. അവന് ധാരാളം ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടായി. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ അനീതി കാണിച്ചപ്പോൾ ദൈവം യാക്കോബിനെ സഹായിക്കുകയാണ്. എന്തുകൊണ്ടാണ് യാക്കോബ് ഇപ്രകാരം ഒരു പ്രവൃത്തി ചെയ്തത്? ബദാമിൻ്റെയും ഇലവിൻ്റെയും അഴിഞ്ഞിലെ കമ്പുകൾ, പച്ചക്കമ്പ് വെട്ടിയെടുത്ത് അതിൽ പല ഭാഗത്ത് തൊലി ഉരിഞ്ഞു കളഞ്ഞ് ഈ കമ്പുകൾ ആടുകൾ വെള്ളം കുടിക്കാൻ വരുന്ന പാത്തികളുണ്ട്, അവരുടെ മുമ്പിൽ വരുമ്പോൾ അവ ഇണചേരാറുണ്ട്. ഇതറിയുന്ന യാക്കോബ് ഈ കമ്പുകൾ അവിടെ മുമ്പിൽ നാട്ടി വെച്ചു. അതിനു മുമ്പിൽ ഇണചേർന്ന് കഴിഞ്ഞപ്പോൾ ആ പെണ്ണാടുകൾ പ്രസവിച്ച ആട്ടുകുട്ടികളൊക്കെ പൊട്ടും പുള്ളിയും വരെയുമുള്ള കുട്ടികളായിട്ട് മാറി. ഹല്ലേലൂയ. നോക്കണമേ, ദൈവം എത്രയോ വലിയ അത്ഭുതകരമായ രീതിയിലാണ് യാക്കോബിനെ സഹായിച്ചത്. എന്തുകൊണ്ടാണ് യാക്കോബ് അങ്ങനെ ചെയ്യുന്നറിയാമോ? അതിനെക്കുറിച്ച് യാക്കോബ് പറയുന്നുണ്ട്. അടുത്ത അധ്യായത്തിലാണ്, അധ്യായം 31 4 പോലെ വായിക്കാം. നമുക്ക് 4 പോലെ വചനം. യാക്കോബ് റാഹേലിനെയും ലേയായെയും താൻ ആടുമേയിച്ചിരുന്ന വയലിലേക്ക് വിളിപ്പിച്ചു. അവൻ അവരോട് പറഞ്ഞു, മുമ്പത്തെ പോലെയല്ല നിങ്ങളുടെ പിതാവിന് എന്നോടുള്ള മനോഭാവം. എന്നാൽ എൻ്റെ പിതാവിൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കഴിവ് മുഴുവനും ഉപയോഗിച്ച് നിങ്ങളുടെ പിതാവിന് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നിട്ടും നിങ്ങളുടെ പിതാവ് എന്നെ ചതിക്കുകയും 10 തവണ എൻ്റെ കൂലിയിൽ മാറ്റം വരുത്തുകയും ചെയ്തു. പക്ഷേ എന്നെ ദ്രോഹിക്കാൻ ദൈവം അവനെ അനുവദിച്ചില്ല. പുള്ളിയുള്ള ആടുകളായിരിക്കും നിന്റെ കൂലി എന്ന് അവൻ പറഞ്ഞാൽ എല്ലാ ആടും പുള്ളിയുള്ളതിനെ പ്രസവിക്കും. അതല്ല, വരയുള്ള ആടുകളായിരിക്കും നിനക്ക് കൂലി എന്ന് അവൻ പറഞ്ഞാൽ ആടുകളൊക്കെ വരയുള്ളതിനെ പ്രസവിക്കും. അങ്ങനെ ദൈവം നിങ്ങളുടെ പിതാവിൻ്റെ ആടുകളെ അവനിൽ നിന്ന് എടുത്ത് എനിക്ക് തന്നിരിക്കുന്നു. ഇനി കാരണം യാക്കോബ് പറയുകയാണ്, ആടുകൾ ഇണചേരുന്ന കാലത്ത് എനിക്കുണ്ടായ സ്വപ്നത്തിൽ ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ ഇണചേരുന്ന മുട്ടാടുകളൊക്കെ പുട്ടും പുള്ളിയും വരയുമുള്ളവയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ യാക്കോബെ എന്ന് വിളിച്ചു. ഇതാ ഞാൻ എന്ന് ഞാൻ വിളി കേട്ടു. ദൂതൻ പറഞ്ഞു,
തല ഉയർത്തി നോക്കുക. ഇണചേരുന്ന മുട്ടാടുകളെല്ലാം പൊട്ടും പുള്ളിയും വരയുമുള്ളവയാണ്. ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കാണുന്നുണ്ട്. നീ കൽത്തൂണിൽ അഭിഷേകം ചെയ്യുകയും വ്രതമെടുക്കുകയും ചെയ്ത സ്ഥലമായ ബദലിലെ ദൈവമാണ് ഞാൻ. എഴുന്നേറ്റ് ഇവിടം വിട്ട് നിന്റെ ചാർച്ചക്കാരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുക. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരു സ്വപ്നത്തിൽ യാക്കോബിന് കാണിച്ചു കൊടുക്കുകയാണ്. യാക്കോബിൻ്റെ ആടുകൾ, മുട്ടാടുകളൊക്കെയും പുട്ടും പുള്ളിയും വരെയുള്ള ആടുകളാണ്. അപ്പോൾ എങ്ങനെ ഈ മുട്ടാടുകൾ, ഈ ആടുകളെ എങ്ങനെ ഇതിൽ കൊണ്ടുവരാൻ പറ്റും എന്ന് യാക്കോബ് ചിന്തിച്ചു. ഒരു സ്വപ്നം അവൻ കണ്ടു. അതെങ്ങനെയാണ് പ്രവർത്തികമാക്കുക? അവന് കിട്ടിയ ഉത്തരവാണത്. മരത്തിൻ്റെ കമ്പുകൾ തൊലി ഉരിഞ്ഞ്, ആ തൊലി ഉരിഞ്ഞ് പൊട്ടും പുള്ളികളെ പാട് അടയാളപ്പെടുത്തി അത് ആടിൻ്റെ ഇണചേരുമ്പോൾ അതിൻ്റെ കൺമുമ്പിൽ വയ്ക്കുക. അത് അവൻ്റെ വിശ്വാസമായിരുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ആടുകൾ പ്രസവിച്ചതൊക്കെയും പൊട്ടും പുള്ളിയും വരെയുമുള്ള ആട്ടിൻകുട്ടികളായിട്ട് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രവൃത്തി യാക്കോബിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ആരായിരിക്കും? ജ്ഞാനമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയല്ല. കാരണം എല്ലാം തൻ്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുന്നത് ആരാണ്? ജ്ഞാനമാണ്. ജ്ഞാനത്തിൻ്റെ പ്രവൃത്തിയാണ് മുഴുവനും. അപ്പോൾ ജ്ഞാനമാണ് യാക്കോബിനെ സഹായിച്ചത്. ഇപ്രകാരം കമ്പുകൾ വെട്ടിവെച്ച് ആ വിശ്വാസപ്രകാരം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ യാക്കോബിൻ്റെ ആടുകളുടെ എണ്ണം പെരുകി. ഇഷ്ടംപോലെ ആടുകളുണ്ടായി. അവയെല്ലാം പൊട്ടും പുള്ളിയും വരെയുള്ള ആടുകളായി. അങ്ങനെ യാക്കോബ് സമ്പന്നനായിട്ട് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീടൊരേ മനുഷ്യൻ തിരസ്കരിച്ചാലും മനുഷ്യൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും ദൈവത്തിൽ ആശ്രയത്വമുള്ളപ്പോൾ, ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ളപ്പോൾ അവനെ തോൽപ്പിക്കാൻ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വാസ്തവത്തിൽ നമ്മൾ ഈ ഒരു വചനഭാവം കേട്ടപ്പോൾ നമുക്ക് എന്തുകൊണ്ടത് ആയിക്കൂടാ? നാം ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഓരോരുത്തരും കഷ്ടപ്പാടും ദുരിതത്തിലും പേര് ജീവിക്കേണ്ടവരാണോ? നാം ആദ്യമേ കേട്ടു, ജ്ഞാനം തൻ്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തും. ദൈവം എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ജ്ഞാനം വഴി നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ നമ്മളുടെ അവകാശമാണ് അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാരെ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ദൈവം കൊടുത്ത വാഗ്ദാനങ്ങൾ അത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാപിക്കാൻ നമുക്ക് ഈ അർഹതയുണ്ട് എന്ന് ഗലാത്യ 3:14 വചനം പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ നമുക്കത് പ്രാപിച്ചെടുത്തേ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്പിരിച്വൽ മക്കൾ പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് കമ്പുകളെ വെട്ടിയെടുത്ത് തന്നെ തൊലി ഉരിഞ്ഞ് ആട് ഇണചേരുമ്പോൾ അതിന് മുമ്പിൽ കൊണ്ട് വെച്ചിട്ട് ഉണ്ടാകുന്ന കുട്ടികൾ അപ്രകാരം ഉള്ളതായിരിക്കും നാം വിശ്വസിച്ചെങ്കിൽ അതവന് സംഭവിച്ചു, സാധിച്ചു കിട്ടി. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമ്മളും കാണണം. ജ്ഞാനം നമ്മളെ സഹായിക്കും. നമ്മളെപ്പോഴും നോക്കുന്നത് നമ്മുടെ ദാരിദ്ര്യത്തിലേക്കാണ് നോക്കുന്നത്, നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ ദുരിതങ്ങളും നമ്മളെപ്പോഴും നോക്കുന്നത്. നമുക്ക് അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ദൈവത്തെ വിളിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളെങ്ങനെ ദൈവത്തെ വിളിക്കുന്നത്? ദൈവം സഹായിക്കുന്നില്ലല്ലോ, എൻ്റെ പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ. നമ്മുടെ പരാതികൾ എപ്പോഴും അവിടെയാണ്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിനെ പഠിപ്പിക്കുകയാണ്, അനുഗ്രഹം എൻ്റെ അവകാശമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹം എൻ്റെ അവകാശമാണ്. ഹല്ലേലൂയ. യാക്കോബുമായിട്ട് മൽപ്പിടുത്തം നടത്തി കഴിഞ്ഞപ്പോൾ യാക്കോബ് കർത്താവിനോട് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാനങ്ങേ വിടില്ല, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ദൈവത്തോട് പറയാൻ പാടുണ്ടോ? നമ്മൾ ദൈവത്തോട് പറയാൻ പാടുണ്ടോ? തെറ്റല്ല അങ്ങനെ പറഞ്ഞാൽ. നീ ഒരു സ്പിരിച്വൽ ആണെങ്കിൽ നീ പറയണം, എന്നെ അനുഗ്രഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല കർത്താവേ. കാരണം കർത്താവ് എന്താ പറഞ്ഞത്? മുട്ടുവീൻ തുറക്കപ്പെടും, ചോദിപ്പീൻ തരപ്പെടും, അന്വേഷിപ്പീൻ കണ്ടെത്തുമെന്നാണ്. നമ്മൾ നിർബന്ധിക്കണം ദൈവത്തെ കൊണ്ട്. അപ്പോൾ അത് നമുക്ക് ലഭിച്ച അഭിഷേകത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ കാണണം. നമ്മുടെ വിശ്വാസ കണ്ണിൽ കൊണ്ട് നമ്മൾ കാണണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന നമ്മൾ കാണണം. കർത്താവ് അബ്രഹാത്തോട് ഒരിക്കൽ പറഞ്ഞല്ലോ, നീ കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക, നീ കാണുന്ന ദേശമെല്ലാം നിനക്ക് നൽകുമെന്ന് പറഞ്ഞു. അബ്രഹാം നോക്കി. അബ്രഹാത്തിന്റെ കണ്ണുകൾ എവിടം വരെ ചെന്നുവോ ആ ദേശമെല്ലാം ദൈവം അബ്രഹാത്തിന് കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വിശ്വാസത്തിന്റെ കണ്ണിൽ കൊണ്ട് നമ്മൾ കാണണം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഉള്ള
പതിനായിരങ്ങളുടെയോ ലക്ഷങ്ങളുടെയോ കടങ്ങളിലേക്കല്ല നോക്കേണ്ടത്. അതിന് മുകളിലേക്ക് നോക്കണം. കർത്താവ് എന്നെ അനുഗ്രഹിക്കുവാൻ ഒരിക്കലും ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗീയ സമ്പത്തുണ്ട്, ഭൗതിക സമ്പത്തുണ്ട്. ദൈവം എനിക്കത് വേണം, എനിക്ക് അനുഗ്രഹം പ്രാപിച്ചേ പറ്റൂ. ഞാനും നമ്മളെ സഹായിക്കുമ്പോഴേ അത് പ്രാപിച്ചെടുക്കുവാനായിട്ട് നമുക്ക് എഴുന്നേറ്റിരിക്കാം. നാം തിരുവചനത്തിൽ അനേകം സംഭവങ്ങൾ വായിക്കുന്നുണ്ട്, ഇതിന് സമാനമായ അനേകം സംഭവങ്ങൾ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഒരു വചനം കൂടി പറയട്ടെ. ജ്ഞാനത്തിൻ്റെ പുസ്തകം അധ്യായം 10 നിഷ്കളങ്കമായ വിശുദ്ധ ജനത്തെ മർദ്ദക ജനതയിൽ നിന്നും ജ്ഞാനം രക്ഷിച്ചു. അവൾ കർത്താവിൻ്റെ ഒരു ദാസനയിൽ കുടികൊള്ളുകയും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഭീകരന്മാരായ രാജാക്കന്മാരെ എതിർക്കുകയും ചെയ്തു. അവൾ വിശുദ്ധർക്ക് തങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലം നൽകി. പകൽ തണലും രാത്രിയും നക്ഷത്ര തേജസ്സുമായി അവരെ അത്ഭുതകരമായ പാതയിൽ അവൾ നയിച്ചു. അവൾ അവരെ അഗാധമായ ജലത്തിൻ്റെ മധ്യത്തിലൂടെ നയിച്ചു, ചെങ്കടലിൻ്റെ അക്കരെ എത്തിച്ചു. അതിനെ ശ്രദ്ധിക്കുക. നിഷ്കളങ്കമായ വിശുദ്ധ ജനത്തെ മർദ്ദക ജനതയിൽ നിന്നും ജ്ഞാനം രക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞ്, നിഷ്കളങ്കമായ വിശുദ്ധ ജനത്തെ മർദ്ദക ജനതയിൽ നിന്നും ജ്ഞാനം രക്ഷിച്ചു. ആരാണ് മർദ്ദക ജനത എന്ന് പറയുന്നത്? ഈജിപ്തുകാരാണ് മർദ്ദക ജന. അവരാണ് മർദ്ദിച്ചത്, ഇസ്രായേൽക്കാരെ പീഡിപ്പിച്ചത് ഈജിപ്തുകാരാണ്. ഇസ്രായേൽക്കാര് നിഷ്കളങ്ക ജനതയാണ്. അതാണ് ആദ്യം പറഞ്ഞത്. നിഷ്കളങ്കരായ വിശുദ്ധ ജനത്തെ അത് ഇസ്രായേൽക്കാരാണ്. അവരെ പീഡിപ്പിച്ചത് ഈജിപ്തുകാരാണ്. അപ്പോൾ ആ മർദ്ദകന്മാരുടെ കയ്യിൽ നിന്നും ഇസ്രായേൽക്കാരെ വിടുവിച്ചത് ആരാണ്? ജ്ഞാനമാണ്. നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, ഭാര്യയോ ഭർത്താവോ ആകട്ടെ, പങ്കാളി നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ, മാതാപിതാക്കന്മാരാകട്ടെ നിങ്ങളെ മർദ്ദിക്കുന്നവർ, ഞാനിത് പറഞ്ഞതിന് കാരണം ഈ ദിവസങ്ങളിൽ എനിക്ക് ലഭിക്കുന്ന ഫോൺ കോളുകൾ അത് ലോകത്തിൻ്റെ പല ഇടങ്ങളിലും നമ്മുടെ മലയാളികൾ തന്നെയാണ്. വലിയൊരു നിലവിളിയാണ് കുടുംബങ്ങളിൽ കേൾക്കുന്നത്. അവിശ്വസതയുടെ വലിയ മുറവിളി. പ്രത്യേകിച്ചും ഞാൻ കേട്ട മുഴുവൻ ഭർത്താക്കന്മാരെ കുറിച്ചാണ്. കുടുംബം നോക്കാത്ത, ഭാര്യയെ നോക്കാത്ത, വലിയ തിന്മയിലും പാപത്തിലും ജീവിക്കുന്ന മനുഷ്യര്, ഒരു അടിമയെ പോലെ ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകൾ. കാരണം യാതൊരു മര്യാദയോ യാതൊരു സഹിഷ്ണുതയോ അനുകമ്പയോ ഇല്ലാത്ത കഠിനഹൃദയരായ അനേകം മനുഷ്യരുണ്ട്. കുടുംബങ്ങളിൽ പോലും അടിമത്വമുണ്ട്. ഭാര്യ ഒന്നിൽ ഭർത്താവിൻ്റെ അടിമയാണ്, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ അടിമയാണ്, മക്കള് മാതാപിതാക്കന്മാരുടെ അടിമയാണ്. ഇതൊന്നും ഒരു ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികളല്ല. സ്നേഹമില്ലാത്ത, സ്വാർത്ഥത മാത്രമുള്ള, സ്വാർത്ഥ താല്പര്യം നയിക്കപ്പെടുമ്പോൾ അത് മർദ്ദക ജനതയെ പോലെ ആയി പോവുകയാണ്. ഒരു വശത്ത് മർദ്ദക ജനതയും മറുവശത്ത് നിഷ്കളങ്കരായ മനുഷ്യരും അതിന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദുരിതം അനുഭവിക്കുന്ന വ്യക്തികൾ, നിങ്ങൾ ജ്ഞാനത്തെ മുറുകെ പിടിക്കണം. നിന്നെ ആരാ അടിമപ്പെടുന്നത്? നിന്റെ ഭർത്താവോ, നിന്റെ ഭാര്യയോ, നിന്റെ മേലുദ്യോഗസ്ഥനോ ആരാകട്ടെ, കർത്താവേ ഈ മർദ്ദകരിൽ നിന്നും എന്നെ രക്ഷിക്കുവാൻ ജ്ഞാനമേ എന്നെ സഹായിക്കണമേ, ഇസ്രായേലിനെ വിടുവിച്ച ജ്ഞാനമേ എന്നെ വിടുവിക്കണമേ. അതൊരു അവകാശമാണ്. ഇനിമേൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും കുടുംബത്തിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ ഒരു ജോലിക്കാരിയോ മറ്റാർക്കും അടിമത്തം ജീവിക്കേണ്ടവരല്ല. സ്നേഹവും സമാധാനവും എല്ലാ വ്യക്തികളും ഉണ്ടാകണം. ഓരോരുത്തരും അവകാശമാണ്. മുമ്പ് നിങ്ങളോട് ചോദിച്ചു ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സമാധാനമാണെന്ന് പറഞ്ഞു. ഹൃദയത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഉണ്ടാകും. സമാധാനമില്ലെങ്കിൽ ജീവിതമില്ല, നരകതുല്യമായ ജീവിതമാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്നെ മർദ്ദിക്കുന്ന എൻ്റെ സാഹചര്യങ്ങൾ, എന്നെ പീഡിപ്പിക്കുന്ന വ്യക്തികൾ തരുന്നു കർത്താവേ. ഈ മർദ്ദകരിൽ നിന്നും എന്നെ വിമോചിപ്പിക്കണമേ. വർഷങ്ങളായി സഹിക്കുന്നു, ക്ഷമിക്കുന്നു, വ്യക്തിയുടെ അനുതാപത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, യാതൊരു മാറ്റവുമില്ല. ഒരു ജീവിതത്തിന് ഒരു വിലയുമില്ല, വെറും അടിമയെ പോലെ മാത്രം കണക്കാക്കുന്ന ജീവിത പങ്കാളി. ജ്ഞാനമേ സഹായിച്ചാലും ഇതാ ഈ മർദ്ദകരിൽ നിന്ന് വീണ്ടെടുക്കണമേ, അവിടുത്തെ ജനത്തെ രക്ഷിക്കണമേ, അവിടുത്തെ മുമ്പിൽ നിലവിളിക്കുന്ന ഓരോ മക്കളെയും മോചിപ്പിക്കണമേ. നമുക്ക് എല്ലാവർക്കും വേണ്ടി കർത്താവിനെ സ്തുതിക്കാൻ കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ,
ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.